ഈ പേര് പണ്ട് ഒരു സിനിമയിൽ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി എന്നുള്ള പേര് ഒരാക്കേ ഉള്ളൂ. അതുപോലെ ജോൺ ബ്രിട്ടാസ് എന്നുള്ള പേര് ഞാൻ വേറെ അധികം കേട്ടിട്ടില്ല. ഈ പേരിനെ കുറിച്ച് ആലോചിച്ചത് എന്താണ് എൻ്റെ ഉത്തരം? വളരെ രസകരമായൊരു ചോദ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ എന്നോടിത് പലരും ചോദിക്കും. അപ്പോൾ ഇത് വിസ്തീർണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഈ ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്ന ആൾക്കാർ അവരെ ഇങ്ങനെ മാമോദീസ മുക്കുമ്പോൾ ഒരു പുണ്യാളൻ്റെ പേര് ഇടും. അപ്പോൾ എനിക്ക് ഇട്ടൊരു പേര് ജോൺ ബ്രിട്ടോ എന്നുള്ളൊരു പേരാണ്. അത് എല്ലാവർക്കും, ഇപ്പം എൻ്റെ സഹോദരിമാർക്കെല്ലാം അവരുടെ ഏതെങ്കിലും പുണ്യാളോ പുണ്യാളത്തിൻ്റെ പേരായി ഈ പറഞ്ഞ സുറിയാനി ക്രിസ്ത്യാനി വിഭാഗത്തിലുള്ള ആൾക്കാർ ഇടുന്നത്. എനിക്കൊന്നും എല്ലാ വിഭാഗത്തിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് സ്കൂളിൽ വരുമ്പോൾ അത് മാറും. പള്ളിയിലെ പേരല്ല സ്കൂളിൽ വരുന്നത്, രണ്ട് പേരാണ്. ഇത് പലർക്കും അറിയില്ല. പക്ഷേ എൻ്റെ പേര് വേറെന്തോ പേരുമായിട്ട് എൻ്റെ ഫാദർ സ്കൂളിൽ പോയപ്പോൾ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എൻ്റെ ഫാദറോട് പറഞ്ഞു, ഇത് നല്ലൊരു പേരാണ്, ഇവനെ നമുക്കൊന്ന് പരിഷ്കരിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ അവിടുത്തെ സ്കൂളിൻ്റെ PTA ചെയർമാനൊക്കെ ആയതുകൊണ്ട് ഈ ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്തു, നമുക്ക് ജോൺ ബ്രിട്ടാസ് എന്നാക്കിയാലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫാദർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പേര് മാത്രം ജോൺ ബ്രിട്ടാസ് എന്നായി. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഫാദറിൻ്റെ പേര് ജോണാണോ ബ്രിട്ടാസോ, അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്. പക്ഷേ എൻ്റെ എൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ എനിക്കൊരു ദുരിതമായിരുന്നു ഈ പേര്. ഒന്ന് ഈ പേര് പുതിയൊരു പേര്, മറ്റത് വർഗീസ്, മാത്യു, സെബാസ്റ്റ്യൻ, അങ്ങനെ പല പേരുകളിലാണല്ലോ ആൾക്കാർ ആ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിലുള്ള ആൾക്കാർ, മധു, അങ്ങനെയൊക്കെയുള്ള പല പേരിലാണല്ലോ. അപ്പോൾ ഈ പേര് മാത്രം ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് നോക്കും. അങ്ങനെ ഒരു നോട്ടം എപ്പോഴും സ്കൂളിൽ നല്ലതല്ല, ശ്രദ്ധ കിട്ടുക എന്നുള്ളത്. പിന്നെ ഈ ബ്രിട്ടാസ് എന്നുള്ളത് പല പിള്ളേരും പൊട്ടാസ് എന്നൊക്കെ ആയിട്ട് അതിപ്പോ സൈബറിൽ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ. പക്ഷെ പിന്നീട് രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങി. എന്താ കാരണം വെച്ചാൽ ഈ വെറും സാധാരണ പേരിൽ നിന്ന് അപ്പുറത്തൊരു പേരുണ്ടാവുമ്പോൾ കോളേജിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്ക് ശ്രദ്ധ വേണമെന്നുള്ള ഒരു പ്രായത്തിലേക്ക് എത്തുന്നത്, ശ്രദ്ധയുടെ ഒരു ലെവല്. പിന്നെ മാധ്യമപ്രവർത്തനം തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അതെനിക്ക് വലിയൊരു ആഡഡ് അട്രാക്ഷനായി. എന്താ കാരണം വെച്ചാൽ ഒരു ബൈലൈൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ തിരിച്ചറിയും. പിന്നെ ഈ ടെലിവിഷനിൽ വന്നപ്പോഴും ഇന്നയാളാണ് സൈൻ ഓഫ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു പ്രത്യേകത വന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് വലിയ ദുരിതമായിരുന്നു ഇത്.